ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസണേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ അവരുടെ കറന്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഒരു കാർഡ് താഴെ പോയി. 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. പിന്നീട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. എയ്റ്റ് ഓഫ് കപ്സ്. മജീഷ്യൻ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് നോക്കാം. Six of Pentacles. The Sun. A 3 of Pentacles. And cards. 10 of Wands. Five of Swords. Knight of Wandsന്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയിൽ അവരിവിടെ 8 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അവരിവിടെ നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇനി മേലിലും യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാവുന്നതല്ല. ഇനി മേലിലും നമ്മൾ തമ്മിൽ കാണില്ല, അല്ലെങ്കിൽ ഇനി സംസാരിക്കില്ല, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിട്ടുപോയ എനർജിയാണ് ഇവിടെ കാണുന്നത്. നോ കോണ്ടാക്റ്റിലാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്ന് കാണുന്നു. ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അവർക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ഓരോന്നിനെ ഇങ്ങനെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഒന്നൊന്നായിട്ട് അവരതിനെ തീർത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഒന്നാമതുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. അത് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് അവർ വിചാരിക്കുന്നുണ്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇരിക്കുക എന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റാരെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. മറ്റാരുടെയും ചിന്ത പോലും എനിക്കിനി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവരിവിടെ ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇനി അതിനപ്പുറത്തായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും മറികടക്കണം. അവർക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങൾ മൂലമുള്ള പ്രശ്നം അല്ല, അല്ലെങ്കിൽ നിങ്ങളെ ചൊല്ലിയുള്ള, നിങ്ങളെ പറ്റിയുള്ള പ്രശ്നമല്ല അവർക്കുള്ളത്. മറ്റു പല പ്രശ്നങ്ങളും അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് അതിനു മുൻപേ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം, അതുമല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇനി ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അതല്ല എങ്കിൽ മറ്റാരെങ്കിലും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവർ അതിനെല്ലാം മറികടക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവരിപ്പോൾ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രശ്നങ്ങളെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു, തടുത്തു നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. നിങ്ങളെ വിട്ടുപോയേക്കുന്നു കണ്ടില്ലേ. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് ഇവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്.
നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവിടെ അയവിറക്കുന്നുണ്ട്. നേരത്തെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം അതൊക്കെ അവർക്കിവിടെ ചിന്തയുണ്ട്. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ഥിരത നിലനിർത്തുന്നതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പരസ്പരം സ്നേഹിച്ചും പരസ്പരം വിശ്വസിച്ചും പോയ ഒരു സ്നേഹബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെയും നിങ്ങളെ ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. പക്ഷേ ഇത് ക്രമേണ അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുമായിട്ട് വീണ്ടും കൂടിച്ചേരണം എന്നുള്ളത്. വിട്ടുപോയി, തൽക്കാലം വിട്ടുപോയിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും ബ്ലോക്ക് ചെയ്തു പോയി, മേലിൽ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയും തോറും അവരുടെ മനസ്സിൽ വീണ്ടും നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകളും ചിന്തകളും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു തുടക്കം, ഒരു നല്ലൊരു കമ്മിറ്റ്മെന്റിലൂടെ മുന്നോട്ട് വരണം എന്ന് ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇതിനിടയിൽ ആരെങ്കിലും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ടാവാം, മനസ്സിലായി. അവരല്ലെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർ ചിലപ്പോൾ മറ്റാരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കിയത്, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് പ്രശ്നമുണ്ടാക്കിയത്, നിങ്ങൾ മറ്റാരോടെങ്കിലും സ്നേഹം നടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും. മറ്റാർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചതിൻ്റെതായ പേരിൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അത് കാരണമാവാം അവരിവിടെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളത് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ കണ്ടില്ലേ, ഡിസ്പ്യൂട്ട്സ് ആൻഡ് സപ്പോർട്ടേജിങ് ആണ് ഇവിടെ തമ്മിൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ഏതെങ്കിലും തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉണ്ട് എങ്കിൽ തന്നെയും അവരവിടെ ഒരുപാട് യാതനകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ തന്നെയാണ് സ്നേഹമുള്ളത്, നിങ്ങളോട് മാത്രമാണ് സ്നേഹമുള്ളത്. കാരണം ഇവിടെ മറ്റേതെങ്കിലും തേർഡ് പാർട്ടികൾ ഇവർക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് വല്ലാത്ത വൈഷമ്യങ്ങളാണ്. നല്ല വിഷമം അവർ ആ ഒരു ബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ നിന്നും അവർ അനുഭവിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. കാരണം ഇവരവിടെ അടിമയെ പോലെ കഴിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ യാതന അവർ തേർഡ് പാർട്ടിയിൽ നിന്നും അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ എത്രയായാലും നിങ്ങളോട് തന്നെ സ്നേഹം വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളോടാണ് സൺ കാർഡിന്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോയിരുന്നതാണ്. നേരത്തെ തന്നെ നിങ്ങൾ വളരെയധികം സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്നേഹം അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വീണ്ടും കുട്ടികളും ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നവർ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ അവർ കഴിയുന്നത് വളരെയധികം അടിമപ്പണി ചെയ്ത്, അതായത് തേർഡ് പാർട്ടി പറയുന്നതിനനുസരിച്ച് മാത്രമേ അവർക്ക് അവിടെ കഴിയാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും വരണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് കാണുന്നത് കണ്ടില്ലേ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് ഭേദം, നിങ്ങളാണ് അവർക്ക് സ്നേഹം കൊടുത്തിരുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. അവർ വിചാരിക്കുന്നുണ്ട്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് അവർക്ക് ഭാരമായിട്ടുള്ളത്, അവർക്ക് ഇവിടെ ഭാരം തോന്നിയ ഒരു കാര്യമാണിത്. അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും ഉണ്ടായ ഭാരമാണിത്. അതിനെ ഇവിടെ ഒഴിച്ചു വെക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും അത് തീർക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ ഈ ഒരു സ്നേഹമല്ല, സ്ട്രഗ്ലിംഗ് ആണ്, ഓവർ ബർഡൻ ആണ്. അവരുടെ തലയിൽ വന്നിരിക്കുന്നത് വല്ലാത്തൊരു ഭാരമാണ്. അതാണ് അവരുടെ കറണ്ട് എനർജിയിൽ ആദ്യം കണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളാണ് എന്ന് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ തേർഡ് പാർട്ടി ഒഴിവാക്കാൻ അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരിവിടെ വല്ലാത്ത തലവേദന അനുഭവിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി നിമിത്തം അവർ വല്ലാത്ത തലവേദന അനുഭവിക്കുന്നു. ഓവർ ബർഡനാണത്. അതിനെ ഒഴിവാക്കണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന ആ സ്നേഹവും ആ സ്വാതന്ത്ര്യവും അവർക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്.
നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നപ്പോൾ നല്ല സ്നേഹമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നല്ല സ്നേഹത്തിലിരുന്ന ആ വ്യക്തിക്ക് സൺ കാർഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നപ്പോൾ വളരെ നല്ല സ്നേഹത്തിലായിരുന്നു. ഈ സ്നേഹം മാത്രമല്ല, അവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ലവ് ആണ് ഫീൽ ചെയ്തിരുന്നത്. ഒത്തിരി സ്നേഹം നിങ്ങളോടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാലം നിലനിർത്തണം ഈ ഒരു സ്നേഹം എന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. നിങ്ങൾ തമ്മിൽ അത് പറഞ്ഞിട്ടും ഉണ്ടാവണം. പക്ഷെ ഈ ഒരു സമയത്ത് അവർ എന്തുകൊണ്ടോ അനുഭവിക്കുന്നത് ഈ ഒരു അടിമത്തമാണ്. കാരണം തേർഡ് പാർട്ടിയോടൊപ്പം പോയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർക്കൊരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അവരപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തലയിലെ ഭാരം, ഈ ഒരു ഭാരം അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് അവർക്കത് ഒഴിവാക്കിയേ മതിയാകൂ. അവരത് ഒഴിവാക്കിയിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ബാലൻസ് ചെയ്തു പോകണം, നിങ്ങളുമായിട്ടുള്ള ജീവിതം ബാലൻസ് ചെയ്തു പോകണം എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നിങ്ങളുമായിട്ടൊന്ന് ബാലൻസ് ചെയ്തു പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ ഒരു എനർജിയിൽ കാണുന്നത്. ഇനി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ശരി, നിങ്ങളുമായിട്ടൊരു നല്ല സൗഹൃദം നിങ്ങളുമായിട്ട് നിലനിർത്തണം, നിങ്ങളുടെ കയ്യിൽ പിടിച്ച് തന്നെ നടക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവർക്ക്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു അനുഭവം വന്നപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി വന്നത്. നിങ്ങൾക്ക് വേണ്ടി അവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായി പുതിയൊരു കമ്മിറ്റ്മെന്റിലൂടെ മുന്നോട്ട് വരണം എന്നിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഒറാക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഹാർമോണിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത കാലത്തെ സന്തോഷം അവർക്ക് ഇപ്പോഴും നിലനിർത്തുന്നു. അവരിപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇനിയും വീണ്ടും നിങ്ങളുമായിട്ട് യാത്ര ചെയ്യണം, എൻജോയ് ചെയ്യണം ജീവിതം, അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ് ഈ ജീവിതം എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇത് വരുമ്പോൾ തന്നെയും. തീർച്ചയായിട്ടും ഈ ഒരു ആക്ടിവേഷൻ വരുമ്പോൾ തന്നെയും അവർ നിങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് ചിന്തിക്കുന്നു. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്, നിങ്ങൾ അവരുടെ പാർട്ട്ണറായിട്ട് എപ്പോഴും നിലനിൽക്കേണ്ടതായിരുന്നു. ഇനി വീണ്ടും അവർക്കൊരു അവബോധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവർ നിങ്ങളിലേക്ക് തന്നെ വന്നു. ഹാർമണിയാണ് നമ്പർ 10 ആണ്, നമ്പർ 1ന്റെ എനർജി. അത് വീണ്ടും നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോവുക തന്നെ വേണം എന്നിവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ നമ്പർ 8 ആണ് ട്രാവലിങ്ങിന്റെ എനർജി. ട്രാവലിംഗ് ആണ്. ഇനി കണ്ടുമുട്ടുമ്പോൾ തന്നെ വീണ്ടും ഒന്നിച്ച് യാത്ര ചെയ്യാൻ അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒന്നിച്ച് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ബ്രേക്ക് ത്രൂ ആണ്. നീ എന്ത് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ കണ്ടില്ല, ലവേഴ്സാണ് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരണം ഉള്ളതാണ് വന്നിരിക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടോ അവരിവിടെ നിങ്ങൾ തമ്മിൽ വളരെ വലിയ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലായിരുന്നു. പരസ്പരം പറഞ്ഞു പോയതാണ്, ഇനി മേലിലും മിണ്ടില്ല എന്ന്. പക്ഷെ അവർക്ക് വന്ന അനുഭവങ്ങളിലൂടെ അവർ പഠിച്ച പാഠം, നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. ലവേഴ്സിന് തൊട്ടടിയിൽ വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ്. കണ്ടില്ല, അതിന് തൊട്ട് താഴെ വന്നിരിക്കുന്ന ഡ്രീം ആണ്. ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നു നിങ്ങൾ എന്നുള്ളത്. അവരുടെ മനസ്സിലേക്ക് അതെല്ലാം ഇപ്പോഴും ഇങ്ങനെ ആ ചിന്ത വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും നിങ്ങളുടെ ഒന്നിച്ച് യാത്ര ചെയ്ത സന്തോഷങ്ങളും എല്ലാം അവരിപ്പോൾ ഓർക്കുന്നു. അതിനെക്കുറിച്ച് ആസ്വദിക്കുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളെ അവർ ആസ്വദിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ.
ഇവിടെ വന്നിരിക്കുന്നത് ലവേഴ്സാണ്. കാരണം നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു. അല്ല എങ്കിൽ നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിരുന്നതാണ്. അത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ അവർക്കത് ഫീൽ ചെയ്തിരുന്നു. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് നല്ല ഒരു എനർജിയാണ് ഫീൽ ചെയ്ത്, വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിരുന്നു നിങ്ങളെ പണ്ടെങ്ങോ കണ്ടതുപോലെ. അതുമല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നതാണ് ഇങ്ങനെ ഒരു പാർട്ട്ണറെ. ആ ഒരു മുഖം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മനസ്സിലായി? ആ സ്വപ്നത്തിൽ കണ്ട മുഖമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് എന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അവർ സ്വപ്നം കണ്ട ഒരു ലൈഫാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അവർക്ക് കിട്ടിയതും. നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവർ പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, അബണ്ടൻസ്, ഒരുപാട് സന്തോഷത്തിലേക്ക്, സ്നേഹത്തിൻ്റെതായ സമൃദ്ധിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നവർ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ കണ്ടില്ലേ, ലവേഴ്സ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം വേർപിരിഞ്ഞിരിക്കാൻ പറ്റില്ല. വേണ്ടെന്ന് വെച്ച് പോയാലും വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ തിരികെ വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന കുറെ അനുഭവങ്ങൾ അവരെ നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയോടൊപ്പം പോയി അവർ ഇതുവരെ അനുഭവിച്ച സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായി. അതാണ് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ വില അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നത് ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കണക്ഷൻ ഉള്ളിടത്തോളം കാലം, ഒരുപാട് കാലം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അവർക്കും അത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ അവർക്ക് വേർപിരിഞ്ഞിരിക്കാൻ ഒട്ടും പറ്റുന്നില്ലല്ലോ എന്ന് അവർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. പ്രശ്നങ്ങളെല്ലാം മറികടന്ന് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഹാർമണിയാണ്, ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന ഗൈഡൻസ് ഒന്ന് നോക്കാതെ. യു മേ നോട്ട് ആൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ സർട്ടൈൻ തിങ്സ് ഹാപ്പൻ. However, there is always a higher purpose to the events in your life. Through turmoil, a blessing will so be revealed. എന്താന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്, പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് പലപ്പോഴും മനസ്സിലാകാതെ പോകും. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജീവിതത്തിന് ഒരു ഹയർ പർപ്പസ് ഉണ്ട്. ഇവിടെ ഇതിനുള്ളിൽ ഒരു ഹയർ പർപ്പസ് ഉണ്ട്, ഉയർന്ന ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ. മനസ്സിലായി? അത് ദൈവികമായ ഒരു ലക്ഷ്യമാണത്. ഇതൊരു ദൈവികമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിലിടയിൽ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഇതൊക്കെ നടന്നു പോകാൻ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ദൈവത്തിൻ്റെതായ നിയോഗമാണിത്, ദൈവത്തിന്റെ തീരുമാനമാണിത്. ഇതിലേക്കൊരു ഉയർന്ന ലക്ഷ്യം തന്നെയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലൂടെയും നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം വെളിപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇത്തരത്തിലാണ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാവേ. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ലിബ്ര, തുലാമാസം, ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. മലപ്പുറം, ഫെബ്രുവരി, ഏപ്രിൽ, മാർച്ച് മന്ത്, ജനുവരി, GH, ലെറ്റർ G, ലെറ്റർ H, കാസർഗോഡ്, മെയ് മന്ത്, ലെറ്റർ R, ലെറ്റർ S, നവംബർ മന്ത്, സജിറ്റേറിയസ്, ധനുമാസം, മൂലം, പൂരാടം, ഉത്രാടം, കാൽ.
ലെറ്റർ കെ, ലെറ്റർ എൽ. കോട്ടയം. സെപ്റ്റംബർ മന്ത്. തൃശ്ശൂർ. ലെറ്റർ ഇ, ലെറ്റർ വൈ. ടോറസ്, ഇടവമാസം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര. ലെറ്റർ ഐ, ലെറ്റർ ജെ. ഓഗസ്റ്റ് മന്ത്. ലിയോ, ചിങ്ങമാസം, മകം, പൂരം, ഉത്തരം, കാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ക്ലൂസ് റെസണേറ്റ് ആയി എങ്കിൽ, റീഡിംഗ് റെസണേറ്റ് ആയി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.